ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് കാണുന്നത് ദ ബെസ്റ്റ് ഗേൾ ഡ്രാമയുടെ 33ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അനിയത്തി ക്യാപ്റ്റനെ കാണാൻ വരുമ്പം ആ ഒരു കാവൽക്കാരൻ അകത്തോട്ട് വിടത്തില്ല. എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും കാലുവയ്യാതനായതിനു ശേഷം നമ്മുടെ ക്യാപ്റ്റൻ ആരെയും മീറ്റ് ചെയ്യില്ല എന്ന്. അപ്പോൾ അനിയത്തിയാണ് ഞാനാണ് വന്നിരിക്കുന്നത്, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് ക്യാപ്റ്റനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയും. എന്നിട്ട് അതിനുള്ള കാരണങ്ങളായിട്ട് അവൾക്ക് വേണ്ടി അവൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ക്യാപ്റ്റനാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു വീൽ ചെയറിൽ തന്നെ കുത്തു ഡാൻസ് കളിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഫൈറ്റർ അപ്പച്ചൻ മാന്ത്രിക കല്ല് ഒരുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കും. എന്നിട്ടും അതിന് അത്രയ്ക്ക് ഹീറ്റ് ആവുന്നില്ല എന്ന് കാണുമ്പോൾ അയാളുടെ കൈ തന്നെയാണ് അതിനകത്തോട്ട് വെക്കുന്നത്. പെട്ടെന്ന് തീ ആളി കത്തുന്നുണ്ട്. ഈ തീ കത്തുന്നത് കേട്ടിട്ടാണ് നമ്മളെ നിഷ അങ്ങോട്ട് നോക്കുന്നത്. അവൾ നോക്കുമ്പോൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ ഇതിനെ കൈ അകത്തിട്ടേ ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നു ഞാൻ ലീ വംശത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയെന്ന് പറയുമ്പോൾ അവൾ പറയും അയ്യോ നിങ്ങൾ അങ്ങനെയുള്ളതാണോ, നിങ്ങൾ തീയായിട്ട് തീർന്നു കഴിഞ്ഞാൽ തീ ആളി കത്തുമല്ലോ എന്ന്. നോക്കുമ്പോൾ അവിടെയെല്ലാം നല്ലപോലെ തീർന്നുകൊണ്ട് ആ ഒരു മാന്ത്രിക കല്ല് നല്ലപോലെ ഉരുകുന്നുണ്ട്. അവൾ എത്ര പറഞ്ഞിട്ടും അപ്പച്ചനാണെങ്കിൽ കൈ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ സമയത്തിന് ശേഷം അപ്പച്ചനാണെങ്കിൽ കൈ പുറത്തെടുക്കുമ്പോൾ കൈയെല്ലാം കരിഞ്ഞിട്ടുണ്ടാവും. അപ്പച്ചനാണെങ്കിൽ ഒരു ബോധമില്ലാത്ത പോലെ ആവുന്നുണ്ട്. ആ സമയം അപ്പച്ചൻ പറയുന്നുണ്ട് ലിഷ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഞാനൊരു സാധനം തരാം, അത് എൻ്റെ മോളുടെ കയ്യിൽ നീ കൊടുക്കണം. പോരാത്തതിന് ഞാൻ ഒരു കാര്യം പറയുന്നത് അത് നീ അവളെ അറിയിക്കണമെന്ന്. എന്താണ് ആ കാര്യം എന്നുള്ളതെന്ന് കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ഫൈറ്റർ അപ്പച്ചൻ മരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ റെസ്റ്റ് എടുക്കുകയായിരിക്കും. ആ സമയം അവൾക്കൊരു സ്വപ്നം കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യുവാൻ രാജാവിൻ്റെ പപ്പ ആ ഒരു തീയിൽ വീണ് ആ ഒരു ഫ്യൂഷൻ മാന്ത്രിക കല്ലായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹീറോ അങ്ങനെ ചാടാൻ നിൽക്കുന്നതായിട്ട് കണ്ട് അവൾ പേടിച്ചെണീക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റും എന്നുള്ള ടെൻഷനിൽ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി ഫ്യൂഷൻ മന്ത്രിക കല്ലാൻ വേണ്ടിയിട്ട് തീരെ ചാടാൻ വന്നേക്കും. കൂടെ ആരാന്ന് കണ്ടില്ലേ, നമ്മുടെ മെങ്ങാണ്. അയാൾ ആദ്യം മരിച്ചിട്ടുണ്ടാവത്തില്ല. ഹീറോ പറഞ്ഞിട്ടാണ് അവൻ ആ ഒരു മരിച്ചതുപോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ മെങ് ചോദിക്കും എന്താ ഹീറോ നിങ്ങൾ ചാടാനാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവനും വേറെ ഞാൻ എന്ത് ചെയ്യാനാ, ഫ്യൂഷൻ മന്ത്രിക കല്ലുണ്ടെങ്കിൽ മാത്രമല്ലേ അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മെങ് പറയും അതൊക്കെ ഓക്കെ, നിങ്ങളിപ്പോൾ തീരെ ചാടി മാന്ത്രിക കല്ലാവും, പക്ഷെ ഞാനതെങ്ങനെ എടുക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് അതൊരു പോയിൻ്റായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മാന്ത്രിക കല്ല് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടാവാമെന്ന് പറഞ്ഞിട്ട് അവൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ഒരു മാന്ത്രിക കല്ലായെന്നറിയാൻ വേണ്ടി അപ്പച്ചനെ അടച്ചിട്ട് ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അപ്പച്ചൻ്റെ ഡെഡ് ബോഡി മാത്രമാണ് ഉണ്ടാവുന്നത്. ആ മാന്ത്രിക കല്ലാണെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഉരുക്കിയും വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്യാപ്റ്റൻ അവൻ്റെ കൈ ഇങ്ങനെ അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ആ ഒരു മാന്ത്രിക കല്ല് എല്ലാം അവൻ്റെ റിങ്ങിനകത്തോട്ട് സ്റ്റോർ ആവുന്നുണ്ട്. ഇത് ലിഷ എവിടെ പോയി എന്നുള്ളത് കാണിക്കുന്നില്ല. ഫൈറ്ററപ്പച്ചൻ്റെ വീട്ടിൽ നിൽക്കുന്ന പപ്പയാണെങ്കിൽ ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ എന്തോന്നിരിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഫൈറ്ററപ്പച്ചൻ്റെ ഡെഡ് ബോഡിയാണ്. അയ്യോ ഇത് അവൾ കണ്ട വിഷമാവുമല്ലോ എന്ന് കരുതി അവൻ മറയ്ക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ വൂ ആണെങ്കിൽ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. വൂ അത് കണ്ട് ഭയങ്കരമായിട്ട് കരയും. എന്നിട്ട് അവരാണെങ്കിൽ ബോഡി എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇതിനൊക്കെ കാരണം നമ്മുടെ ക്യാപ്റ്റനാണ് എന്നുള്ള രീതിക്ക് അവർ സംസാരിക്കും. ആ സമയം നമ്മുടെ പപ്പ അയാളെ കൊല്ലാൻ പോകുമെന്ന് പറയുമ്പോൾ വൂ ആണെങ്കിൽ പപ്പയുടെ തലക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാനും ക്യാപ്റ്റനുമായിട്ടുള്ള പ്രശ്നമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ മാന്ത്രിക കല്ലിൻ്റെ ആ ഒരു ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വരുന്ന ശബ്ദം കേട്ട് അവൻ അതിനെ മോതിരത്തിലോട്ടാക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു കത്തി വന്ന് എൻ്റെ കഴുത്തിൽ വയ്ക്കുന്നത്. അത് ആരാണെന്ന് നോക്കിയാൽ വൂ ആയിരിക്കും. അവനെ കുത്തുമെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആ കത്തി പറന്നു പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് അവൻ്റെ മാന്ത്രിക കല്ലിൻ്റെ പവറായിരിക്കുന്നത്, പക്ഷെ അത് അനിയത്തിയായിരിക്കും. നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നിനക്കറിയാമോ ഞാൻ ഇവനെ കൊല്ലാൻ വന്നതാണ്, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പൊക്കോ, നീ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന്. അപ്പോൾ അനിയത്തി പറയും നീ എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനെ കൊല്ലാൻ കാരണം ഇവനാണെന്ന്. എൻ്റെ അപ്പച്ചനെ കൊല്ലാനുള്ള കാരണം ക്യാപ്റ്റനൊന്നുമല്ല, ക്യാപ്റ്റൻ എനിക്ക് വേണ്ടി ഇപ്പം നല്ലവനായിരിക്കുകയാണ്, ഒരു തെറ്റും അവന് ചെയ്യത്തില്ല, എനിക്ക് വേണ്ടി അവൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റിയാണ്. പിന്നെ നിൻ്റെ അപ്പച്ചനപ്പോൾ ക്യാപ്റ്റനാണ് കൊന്നതെങ്കിൽ ആ ഒരു ബോഡി നിനക്ക് അയച്ചു തരുമായിരുന്നു. ക്യാപ്റ്റൻ തന്നെയാണ് ആ ഒരു ബോഡി നിൻ്റെ വീട്ടിലോട്ട് അയച്ചത്, അതുകൊണ്ട് ക്യാപ്റ്റൻ നല്ലവനാണ് എന്നെല്ലാം അവൾ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പം മനസ്സലിഞ്ഞ് ക്യാപ്റ്റനെ വെറുതെ വിടുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് അപ്പൂപ്പ ഇരിക്കണ കാണും. മരിച്ചുപോയി അപ്പച്ചൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾ ആലോചിക്കുമ്പോഴേക്കും അപ്പച്ചൻ അകത്തോട്ട് പോകും. അകത്ത് പോയി ഒരുപാട് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഊനൊന്നും മനസ്സിലാവത്തില്ല. ആ സമയം അപ്പച്ചൻ പറയുന്നുണ്ട് മോളെ എനിക്ക് നിന്നെ വിട്ടു പോകാനുള്ള സമയമായി,
പിന്നെ നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. നീയും പപ്പയും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ്റെ നാട്ടിലോട്ട് പറഞ്ഞയച്ചില്ലേ? ആ സമയം ക്യാപ്റ്റൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്യൂഷൻ മാന്ത്രികകല്ല് ഉരുക്കി അവനൊരു മോതിരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ മരിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. പിന്നെ ആ ഒരു ഫ്യൂഷൻ മാന്ത്രികകല്ല് ഉരുക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു മാന്ത്രികകല്ല് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നു. പിന്നെ ഞാൻ നിനക്കൊരു സമ്മാനവും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു കത്തി എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ നമ്മുടെ പപ്പയുടെ കൂടെ ഇരിക്കണം, അവൻ നിന്നെ നല്ല പോലെ നോക്കിക്കോളും, എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈറ്റർ അപ്പച്ചനാണെങ്കിൽ കാറ്റിൽ അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്. പൂവനാണെങ്കിൽ ഭയങ്കര സങ്കടം, അവൾ പൊട്ടി പൊട്ടി കരയും. ഈ സംഭവിച്ചതെല്ലാം നമ്മുടെ പപ്പയിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു ഇല്യൂഷൻ കൊടുത്ത് ആരാന്ന് നോക്കി നമ്മുടെ ലിഷയാണെങ്കിൽ പുറത്തിരുന്ന് കരഞ്ഞും കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ അപ്പച്ചൻ്റെ ബോഡിയെല്ലാം മറവ് ചെയ്തിട്ട് അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. ആ സമയം പപ്പ പറയും, നീ വാ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അവൾ പറയും, അതെങ്ങനെ പറ്റുക, ആ ഒരു മാന്ത്രിക കല്ലുണ്ടെങ്കിലല്ലേ നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ചുവപ്പ് കളറിലുള്ള കുറേ ലെറ്റേഴ്സ് നമ്മുടെ പപ്പയുടെ അവളുടെ ദേഹത്തോട്ട് വന്ന് വീഴുന്നത്. അതെന്താണെന്ന് പപ്പ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അതിന് 2 ദിവസത്തിൽ നമ്മുടെ അനിയത്തിയുടെ കല്യാണം നടക്കുകയാണ് ക്യാപ്റ്റനുമായിട്ടെന്ന്. ഇത് ശരിക്കും നമ്മുടെ അനിയത്തി പപ്പ കാണാൻ വേണ്ടിയിട്ട് പപ്പയുടെ അടുത്തോട്ട് തന്നെ മാജിക് ഉപയോഗിച്ച് വിട്ടതായിരിക്കും. ആ സമയം ഒരു പേപ്പർ നമ്മുടെ അനിയത്തി പപ്പയുടെ നേർക്ക് ഇടുന്നുണ്ട്. അതിലെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പപ്പയും അനിയത്തിയും കൂടെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഏരിയ വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ഥലത്തേക്ക് ഇന്ന് രാത്രി വരാനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഈ കപ്പലിൽ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റനും അനിയത്തിയും ഉള്ളത്. അപ്പോൾ ക്യാപ്റ്റനും പറയുന്നുണ്ട്, നിനക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിൽ സന്തോഷം തന്നെയല്ലേന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, അതിനുകൊണ്ട് മാത്രമല്ല, നീ എൻ്റെ കയ്യിലുള്ള ഒരു ഫ്യൂഷൻ മാന്ത്രിക കല്ലിന് വേണ്ടിയിട്ടല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അവളാണെങ്കിലും മനസ്സോടെയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, ശരി എങ്കിൽ പിന്നെ നീ കല്യാണം കഴിക്കുന്ന അടുത്ത നിമിഷം തന്നെ ഈ ഒരു മാന്ത്രിക കല്ല് ഞാൻ നിനക്ക് തരാമെന്ന്. അവൾ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ മാന്ത്രിക കല്ലിന് വേണ്ടി മാത്രമല്ല നിങ്ങളെ സ്നേഹിച്ചത്, എനിക്ക് നിങ്ങളെ പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടമാണെന്ന്. അങ്ങനെ നൈറ്റ് പപ്പ അനിയത്തിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ ചോദിക്കും, നീ എന്താ ക്യാപ്റ്റനെ കല്യാണം കഴിക്കാൻ പോകുന്നെല്ലാം കേട്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വേറൊരാളെ അധികമായിട്ട് സ്നേഹിച്ചു, പക്ഷെ അയാളാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല എന്ന് കള്ളം പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന്. അപ്പോൾ പപ്പ പറയും, അതുകൊണ്ടൊന്നും അല്ല, ആദ്യം നീ അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഇപ്പം നീ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, ആ ഒരു മാന്ത്രിക കല്ലിന് വേണ്ടിയിട്ട്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ അനിയത്തി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ കൺമുന്നിൽ പോലും വരത്തില്ല, ഞാനങ്ങ് പൊക്കോളൂന്ന്. ഇത് കേൾക്കുന്ന പപ്പയ്ക്കാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്ക് കള്ളമാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യം. അത് കേൾക്കുന്ന അനിയത്തി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, ഞാനിതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഇതിലൊരു മാറ്റവും ഇല്ലയെന്ന്. പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരും. പപ്പ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അനിയത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കുറേ ദൂരം പോയി മാറി നിന്ന് പൊട്ടി അവളും കരയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വൂവും കാണുന്നുണ്ട്. വൂ അനിയത്തിയെ കൊല്ലാമെന്ന് പറഞ്ഞ് കത്തി എടുത്തുകൊണ്ട് വരുമെങ്കിലും ഉടനെ അത് മനസ്സിലാവുന്ന അനിയത്തി, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ എന്നെ കൊല്ലാനാണ് വന്നതെങ്കിൽ നീ കൊന്നോ, എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന്. പക്ഷെ നമ്മുടെ വൂ ആണെങ്കിൽ എന്താണ് വിചാരിച്ചതെന്ന് അറിയത്തില്ല, അവൾ അവിടെ നിന്ന് ഒന്നും തന്നെ ചെയ്യാതെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിലെത്തുമ്പം അവിടെ നമ്മുടെ പപ്പയുണ്ടായിരിക്കും. അപ്പോൾ പപ്പ ചോദിക്കും, നീ അവളെ കൊല്ലാനല്ലേ പോയത്, എന്താ കൊല്ലാൻ പറ്റിയില്ലേ, ഇപ്പോൾ നിനക്ക് പണ്ടത്തെ പോലെയൊന്നും ആരെയും കൊല്ലാൻ പറ്റുന്നില്ല അല്ലേന്ന്. അവിടെ പോവുകയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ വില്ലൻ്റെ ഇളയ മോൻ്റെ അടുത്തേക്ക് ഇൻഷ വരുന്നുണ്ട്. അവനെ കാണുന്ന എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻഷയുടെ അടുത്ത് അവൻ ചോദിക്കും, നീ എന്തിനാ ഇവിടെ വന്നത്, എന്നെ കൊല്ലാനില്ലേ എന്ന് നിന്നേന്ന്. അപ്പോൾ ഇൻഷ പറയും, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പപ്പയുടെ രാജമുദ്രയെല്ലാം എടുത്തു കൊടുക്കും. നിനക്കെന്താ ഇത്രയും പറ്റിയത്, നീ വീണ്ടും രാജാവാനുള്ള അവസരം നോക്കുന്നില്ലേന്ന്. അപ്പോൾ നമ്മുടെ ഇൻഷ പറയുന്നുണ്ട്, അതൊന്നും അല്ല, എനിക്ക് നിൻ്റെ സഹായമാണ് വേണ്ടത്. എന്ത് സഹായമാണ് നമ്മുടെ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്നുള്ളത് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ പൂജാരിയും ശിഷ്യനെയും കാണുന്നുണ്ട്. ശിഷ്യൻ പോയി നമ്മുടെ ഇൻഷ വില്ലൻ്റെ മോൻ്റെ അടുത്ത് കൂട്ടുകൂടി നമ്മളുടെ രാജ്യത്തിലെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ദൈവശക്തി എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇതെല്ലാം കള്ളമാണ്, അന്ന് ആ സംഭവിച്ച കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ തന്നെ ഒരു ഡൗട്ട് ചോദിക്കും, അപ്പോൾ ദൈവശക്തി എന്ന് പറയണ ഒന്നില്ലേന്ന്. അപ്പോൾ നമ്മുടെ പൂജാരി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുമല്ല, ദൈവശക്തി എന്ന് പറയണ ഒന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് ഇൻഷയുടെ കീഴിലൊന്നും ജീവിക്കാൻ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷ ഗുളിക എടുത്ത് വായിലോട്ടിടും.
പെട്ടെന്ന് ആ സമയം അവിടേക്ക് നമ്മുടെ കൊച്ചു പയ്യൻ്റെ ബോഡി ഗാർഡും പടയാളികളും എല്ലാവരും വന്ന് ക്യാപ്റ്റൻ്റെ വായിൽ നിന്ന് ആ ഒരു ഗുളിക അകത്തോട്ട് വിഴുങ്ങാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടിപ്പയ്യന് ഇനിഷ്യയായിട്ട് ഉണ്ടാക്കിയ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പേരിലുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സ്ഥാനക്കാരെയും മാറ്റി അവർക്ക് പകരം നല്ല രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെടുക്കുക എന്നുള്ളതാണ്. ഹീറോയും മെങ്ങും കൂടെ ഹീറോയിൻ്റെ നാട്ടിൽ നിന്ന് ഫുഡ് മോഷ്ടിക്കായിരിക്കും. അവിടേക്ക് അവളുടെ ഫ്രണ്ട്സ് ഒരാളും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെന്തിനാണ് ഫുഡൊക്കെ അടിച്ചു മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ അറിയാമല്ലോ ഇത് നമ്മുടെ ഹീറോ ആണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിരിക്കുന്ന വടിയെടുത്ത് അവൻ്റെ തലക്കിട്ട് ഒറ്റ ആടി. അത് കണ്ട് നമ്മുടെ മെങ്ങ് ചിരിക്കുന്നു. നിങ്ങളെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് അവരവിടെ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പതുക്കെ കൊണ്ടുവരുമെങ്കിലും അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ വളഞ്ഞിട്ട് അവരെ പിടിക്കുന്നുണ്ട്. എന്നിട്ടെന്താ മീറ്റിംഗ് തന്നെ. നീ മാത്രം എന്താ തിരിച്ചു വന്നത്, ഹീറോയിൻ എവിടെയെന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഹീറോയിൻ കുറച്ച് അപകടത്തിലാണ്, എനിക്ക് അവളെ രക്ഷിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു അഗ്നിനഗരത്തിൽ പോകണമെന്ന് പറയുമ്പോൾ അവരൊന്നും ഒരു കാര്യത്താലും സമ്മതിക്കത്തില്ല. എന്നിട്ട് പറയും 3 ദിവസം സമയം തരും, അതിനകത്ത് നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പൊക്കോളണം, ഇല്ലാന്നുണ്ടെങ്കിൽ രാജാവാണെന്ന് നോക്കത്തില്ല, ഞങ്ങൾ ശിക്ഷിക്കുമെന്ന്. വേറെന്ത് ചെയ്യാനാ, ഹീറോയും ഓക്കെ പറയുന്നുണ്ട്. നമ്മുടെ പപ്പയും അനിയത്തിയും കൂടെ മീറ്റ് ചെയ്ത കാര്യം നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് ഒരു പടയാളി വന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിന്നെ ഇത്രയും സ്നേഹിച്ച് നിൻ്റെ പപ്പേനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് നീ എന്നെ സ്നേഹിക്കുകയാണല്ലേ എന്ന്. അതിൻ്റെ സന്തോഷത്തിൽ അവൾ വരും, അവൾക്കാണെങ്കിൽ ഒരു നെക്ലേസ് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം കറക്റ്റായിട്ട് നമ്മുടെ ഇൻഷ അവിടെ നിന്നുണ്ട്. മോളെ നീ ഇതെന്താ ചെയ്യുന്നത്, എല്ലാവരും പറയുന്നു നീ ക്യാപ്റ്റനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്, എന്താ ഈ നടക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയും അത് കേട്ടതൊക്കെ സത്യമാണ്, ഞാൻ ഇതൊക്കെ ചേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു, ഇപ്പം എന്തായാലും അറിഞ്ഞില്ലെന്ന്. ഞാൻ എന്തിനു വേണോ സമ്മതിക്കും, പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ഇൻഷ പറയും. അപ്പോൾ അവൾ പറയും ഞാനിപ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്ക് എൻ്റെ കാര്യം തീരുമാനം എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇൻഷ ചോദിക്കും ഞാനിതിനെ സമ്മതിച്ചില്ല, നീ എന്നോട് തന്നെ യുദ്ധത്തിൽ നിൽക്കുമെന്ന്, വേണ്ടി വന്നാൽ ഞാൻ അതിനെ ചെയ്യും എന്ന് പറയും. അത് കേൾക്കുന്ന ഇൻഷയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ആണെങ്കിൽ മനസ്സൊന്നും ശരിയില്ലാത്തതുകൊണ്ട് റൈഡ് പോകുമെന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ കയറുമ്പോൾ അതിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, പിന്നെ എന്തിനാ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നിനക്കറിയാമല്ലോ ഞാനും നമ്മുടെ അനിയത്തിയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണ്, പിന്നെ നിനക്ക് നമ്മുടെ പപ്പേനെ ഇഷ്ടമാണെന്നറിയാം, അതുകൊണ്ട് തന്നെ പപ്പ വന്ന് എൻ്റെ കല്യാണത്തിന് തടസ്സമൊന്നും ഉണ്ടാക്കാതെ നീ നോക്കണമെന്ന്. ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ട് ഞാൻ നിനക്ക് കല്യാണത്തിനും കാവലിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നിനക്ക് പപ്പയെ ഇഷ്ടമല്ലേ അതുകൊണ്ടാണെന്ന്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഗുണമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതാണ് നീ ചോദിച്ചത് കറക്റ്റ് ചോദ്യം, എൻ്റെ കയ്യിൽ ഫ്യൂഷൻ മാതിരി കല്ലുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അല്ലേ, എനിക്ക് അതിനോട് ഒരു പ്രിയവും ഇല്ല, എനിക്ക് ആകെ ഇഷ്ടം അനിയത്തിയാണ്. എൻ്റെ കല്യാണം ഒരു പ്രശ്നവും ഇല്ലാണ്ട് കഴിയുന്ന അടുത്ത നിമിഷം തന്നെ ഞാൻ ആ ഒരു ഫ്യൂഷൻ മന്ത്രികകൾ നിൻ്റെ കൈ തരാം, അതുവഴി നമുക്ക് ഹീറോയിനെ രക്ഷിക്കാം, പോരാത്തതിന് അങ്ങനെ നമ്മുടെ പപ്പയുടെ മനസ്സ് നിനക്കും കയറാമെന്ന്. പപ്പയോട് അമിതമായിട്ടുള്ള ഇഷ്ടമുള്ള നമ്മുടെ ഊനാണെങ്കിലും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. അവളും ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ പപ്പേനെ തപ്പി നടക്കും, അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് കല്യാണത്തിന് പോകാനുള്ള പുതിയ ഡ്രസ്സ് എടുക്കുകയാണോ എന്ന്. അപ്പോൾ പപ്പ പറയും എനിക്ക് ആ കല്യാണം നടക്കുന്നത് ആഗ്രഹമില്ല, അത് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന്. പപ്പ പറയുമ്പോൾ അവൾ പറയും അതിനെന്താ നമുക്ക് മുടക്കാമല്ലോ എന്ന് പറഞ്ഞ് കൂട്ടി നിൽക്കും. അത് കാണുന്ന പപ്പയ്ക്ക് സംശയം വരും, നീയല്ലേ രാവിലെ അവളെ കൊല്ലാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു പോയത്, ഇപ്പം ഇതാ നീ എന്നെ കല്യാണം മുടക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള രൂപ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും രാവിലെ എനിക്ക് ദേഷ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ കൊല്ലണമെന്ന് പറഞ്ഞു പോയി, ഇപ്പം എനിക്ക് ദേഷ്യമില്ല അതുകൊണ്ട് ഞാൻ കൊല്ലണമെന്നുള്ള തീരുമാനത്തിലില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഷയാണെങ്കിൽ നമ്മുടെ അനിയത്തിയെ നോക്കി ക്യാപ്റ്റൻ റൂമിൽ വരുന്നുണ്ട്. വാ നമുക്ക് എത്രയും പെട്ടെന്ന് യുവാൻ രാജ്യത്തോട്ട് പോവാം, അവിടെ ദൈവത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന പലരും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, നമുക്കതൊക്കെ ക്ലിയർ ചെയ്യണമെന്ന്. അപ്പോൾ അനിയത്തി പറയുന്നുണ്ട് ഇല്ല ചേട്ടാ 2 ദിവസത്തിൽ എനിക്ക് കല്യാണമാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. ഈ കല്യാണമേ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുമ്പോൾ നീ കല്യാണമെന്നാണോ പറയുന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന ക്യാപ്റ്റനാണെങ്കിൽ ഒന്ന് സൈലൻറ്റ് ആയി ആലോചിച്ചിട്ട് മറുപടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചേട്ടൻ്റെ കൂടെ പൊക്കോ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വാ, ഈ നാട്ടിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു ശത്രുവും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിന് ഒരു തടസ്സവും ഉണ്ടാകത്തില്ല എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ഡ്രാമാസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.